ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റസ്ക് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. സ്പെഷ്യലായി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 6 പീസ് റസ്ക് ഇതേപോലെ പൊട്ടിച്ച് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് 100 ഗ്രാം പഞ്ചസാര ചേർക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചേർക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിതാ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നുമില്ലാതെ നന്നായി പൊടിച്ചെടുത്തു. പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത് കൊണ്ട് റസ്ക്കും പഞ്ചസാരയും ഒരേപോലെ പൊടിഞ്ഞു കിട്ടും. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. അടുത്തതായി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ഗ്ലാസ് പാലൊഴിക്കാം. ഞാനിതാ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് പാൽ ചേർക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോഴിതാ പാൽ നന്നായി തന്നെ തിളച്ചിട്ടുണ്ട്. ഒരു തവി കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാട കിട്ടാതെ കിട്ടും. അടുത്തതായി സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ റസ്കിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. കുറച്ചായിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒറ്റയടിക്ക് ചേർക്കരുത്. അതുപോലെ ഇത് കട്ട കെട്ടുകയൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഇത് അലിഞ്ഞോളും. എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്തല്ലേ പൊടിച്ചത്, അതുകൊണ്ട് ഇത് കട്ട കെട്ടാതെ തന്നെ കിട്ടും. എങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ കിട്ടും. ഇപ്പോഴിതാ മുഴുവൻ പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ കിട്ടും. ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ല തിക്കായി വരും. നമ്മൾ ചേർത്ത റസ്ക് ഈ പാലുമായിട്ട് കുതിർന്ന് ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെറും ഒരു 2 മിനിറ്റിൽ തന്നെ ഇത് നന്നായി കട്ടിയായി വരും. ഇപ്പോഴിതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടിയാക്കി എടുക്കല്. ഇതേപോലെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളൊരു തവി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ പതുക്കെ കൂടി വരുന്ന രീതിയിൽ ആയി കിട്ടുന്നത് വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോഴിത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഒന്നുകൂടി ഇത് കട്ടിയായി കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏത് കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. ഇനി ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാച്ചി തണുത്ത പാൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് പാൽ ചേർക്കേണ്ടതില്ല. ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുകയാണെങ്കിൽ നമ്മളിതിലേക്ക് പാൽ ചേർക്കണ്ട. ഇനി ഇത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മിൽക്ക് മെയ്ഡിനെ പോലെയാണുള്ളത്. അതേ ഒരു ടെക്സ്ചറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അടുത്തതായി ഞാനിവിടെ 4 ഡിസ്പോസിബിൾ കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് പകരം നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമിൻ്റെ മോൾഡ് ഉണ്ടെങ്കിലും എടുക്കാം. അതുപോലെ കുൽഫിയുടെ മോൾഡ് ഉണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഇതൊന്നുമില്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ് എടുത്താലും മതിയാകും. ഇനി ഈ കപ്പിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ കപ്പിൻ്റെ അളവിൽ 5 കപ്പിൽ ഒഴിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴിതാ മുഴുവൻ മിക്സും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. ഞാനിവിടെ പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്തയോ അല്ലെങ്കിൽ ബദാമോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അടുത്തതായി ഈ കപ്പിനുള്ളിലേക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ പുറത്തേക്കിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ടൈറ്റ് ചെയ്യുന്നത്. കപ്പിൻ്റെ പുറത്തേക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഇട്ടതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള കപ്പുകളിലും പ്ലാസ്റ്റിക് കവർ റബ്ബർ കൊണ്ട് കെട്ടിവെക്കാം. ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഇല്ല എങ്കിൽ പാലിൻ്റെ കവർ എടുത്താലും മതിയാകും. അപ്പോഴിത് എല്ലാത്തിലും തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവർ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുക്കാം. നമ്മൾ അതുവഴിയാണ് സ്റ്റിക്ക് കുത്തി വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ദ്വാരം കത്തി കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കപ്പുകളിലും ചെറിയ ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് കുത്തി വയ്ക്കാം.
നമ്മളിവിടെ സ്റ്റിക്ക് കുത്തി വയ്ക്കുന്നതിന് പാകത്തിന് ചെറിയ ദ്വാരമാണ് ഇട്ട് വെച്ചത്. അപ്പോൾ ഇതാ എളുപ്പത്തിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ കപ്പുകളിലും സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്തത് 5 കപ്പിലേക്കാണ് ഒഴിച്ച് വെച്ചത്. അപ്പോൾ ഇതാ ഞാൻ 5 കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം. 6 മണിക്കൂർ ഇത് ഫ്രീസറിലെടുത്ത് വയ്ക്കുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് 6 മണിക്കൂറിന് ശേഷം ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പോഴിത് 6 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ കറക്റ്റായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് കവർ മാറ്റാം. ഈ രീതിയിൽ എല്ലാ കപ്പിൻ്റെ പ്ലാസ്റ്റിക് കവറും മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയെടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ കുൽഫി റെസിപ്പി. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ ഹെൽത്തിയും കൂടിയാണ്. അതേ ടേസ്റ്റാണ്, കുൽഫിയുടെ അതേ ടേസ്റ്റാണ്. കുൽഫി തയ്യാറാക്കാൻ വളരെ പാടാണ്, എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുൽഫി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ഇനി ഈ കപ്പിൻ്റെ പേപ്പർ ഇതേ രീതിയിലൊന്ന് പതുക്കെ മാറ്റിയെടുക്കാം. നന്നായി സെറ്റായി വരുന്നതിന് ശേഷം നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റുന്നതിനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കുൽഫി റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ള കപ്പും നമുക്ക് ഇളക്കി മാറ്റാം. ഈ ചൂടത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി റെസിപ്പിയാണിത്. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഈ കുൽഫി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. ടേസ്റ്റും അസൽ കുൽഫി എങ്ങനെയാണോ ഉണ്ടാവുക അതിനേക്കാളും ടേസ്റ്റിയാണ്. അതുപോലെ ഇത് വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്ക് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഐസ്ക്രീം ഒക്കെ കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അവർ വീണ്ടും വീണ്ടും ചോദിക്കും. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് നട്ട്സ് വിതറി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക. ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുൽഫിക്ക് ഈ ഒരു പിസ്തയുടെ ഒരു ടേസ്റ്റ് കൂടി ചേരുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് അടിപൊളിയായിരിക്കും. കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ കുൽഫി. അപ്പോൾ ഈ കുൽഫിയുടെ റെസിപ്പി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.